പൃഥ്വിരാജ്, സുപ്രിയ, ഈ രണ്ടുപേരുടെ പേര് അവൻ കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇവന് ഫോണില്ല, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇവന് ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ വേണ്ടിട്ട് ഒരു ചെറിയ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ആ പരിപാടി ഒന്നും നടക്കില്ല. അമ്മ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നിന്റെ അക്കൗണ്ടിലേക്കൊക്കെ ആൾക്കാർ പെട്ടെന്ന് വരും. അപ്പൊ ആ സമയത്താണ് ഞാൻ മനോരമയിലാണെന്ന് തോന്നുന്നു ഒരു എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എവിടെയാണെന്ന് ഓർമ്മയില്ല, ഒരു ന്യൂസ് കണ്ടു. അതായത് ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ എണ്ണി നോക്കിയപ്പോൾ 89 മുറിവുണ്ട് കാലില്. അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മുറിച്ചിട്ട് അതിലേക്ക് എന്തോ പൊടിയോ എനിക്കെന്താ ഇടുവാണ്, അപ്പോൾ അതിന് വീര്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് ഇത് പരിചയപ്പെട്ടത്, ഈ കണക്ഷൻ കിട്ടിയത്. അനുകരിക്കരുത്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ പേടിയായി. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വന്നാ പിന്നെ അന്നത്തെ ദിവസം അവന്റെ പോക്ക ഞാൻ തുടങ്ങും, എന്റെ ഉപദേശ കമ്മിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ സായിക്കുട്ടാ നീ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്ത് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തുടങ്ങും. അപ്പൊ ഇവൻ ഇന്ന് പത്രത്തിൽ വല്ലതും കണ്ടു കാണും ഈശ്വര അങ്ങനെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഈ സുപ്രിയ ആലിക്ക് ഫോൺ കൊടുത്തിട്ടില്ല, ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല. അപ്പൊ എപ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ, വളരെ പാരന്റിങ്ങിനെ പറ്റിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ സുപ്രിയ സംസാരിക്കും. അത് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട പോയിന്റ് ആണ് അതൊക്കെ. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ അതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സുപ്രിയയോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, പക്ഷെ ഞാൻ സുപ്രിയയെ വെച്ചിട്ടാണ് സായിയെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാൻ മാത്രമല്ല, പൃഥ്വിരാജ് ഞങ്ങളുടെ വൈഫ് സുപ്രിയ ആൻറ്റി കണ്ടോ, കൊടുത്തിട്ടില്ലല്ലോ ഫോൺ, ഇൻസ്റ്റഗ്രാം ഇല്ലല്ലോ അവർക്ക്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതാണ് അവൻ പറയുന്നത്. ഞാൻ എപ്പോഴും പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും കാര്യം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയും. അതായത് പ്യൂബർട്ടിയെ കുറിച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവർക്ക് ഈ മെൻസ്ട്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ വായിക്കാനുള്ള പുസ്തകം. എന്താണ് സ്ത്രീകളിലെ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഉള്ള ഇത് ബോയ്സിന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം, ഇത് ഒരു ബ്രാൻഡ് ഇറക്കുന്നു. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി സുപ്രിയ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സായിക്ക് അത് ഓർഡർ ചെയ്ത് ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കാരണം സ്ത്രീകളിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പം എൻ്റെ ഫാദറൊക്കെ വീട്ടിൽ പറയും, ഇതിപ്പോൾ അങ്ങ് ഓവറാണേ, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ, നിങ്ങളുടെ മൂഡ് സ്വിങ്ങാ, നിങ്ങളുടെ മറ്റേതാ, നിങ്ങൾക്ക് ഇതാ മറിച്ചതാന്നൊക്കെ, ഇതിപ്പോൾ അങ്ങ് ഭയങ്കര പറഞ്ഞ് ഭയങ്കര കൂടുതലാന്ന് അച്ഛൻ പറയും. പക്ഷെ പറഞ്ഞു കൂടുതലാന്ന് പറഞ്ഞാൽ എത്ര നാളായി, 5 വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 10 വർഷമായിട്ടുള്ളൂ എല്ലാവരും മെനോപോസിനെ കുറിച്ചും. ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ ധൈര്യത്തോടു കൂടി സാറിനെ പോലെ ഇത്രയും മുതിർന്ന ഒരാളിന്റെ മുൻപിൽ പറയാനുള്ള ധൈര്യം വന്നതുപോലെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നില്ലല്ലോ, സ്കൂളിലെങ്ങാനും ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പറയൂ. അല്ല, പറഞ്ഞു തരും, അതാ ഇംഗ്ലീഷിൽ അങ്ങനെ വായിച്ചു പോകുന്നു എന്നുള്ളതിന്. അല്ല, അതെങ്ങനെയെന്നറിയോ, അത് തന്നെ മലയാളത്തിൽ പറയത്തില്ല, ഇംഗ്ലീഷിലേ പറയൂ. ഇല്ല സാർ, ഇപ്പത്തെ കോമഡിയാണ്, അത് പറയാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു പുരുഷന്റെ, ഒരു അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന്. അപ്പൊ അത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പക്ഷെ ഒരു 7ാം ക്ലാസ്സുകാരി എന്നുള്ള നിലയില് എനിക്ക് വീട്ടിൽ പറയാൻ പേടിയാ. ഞാൻ വീട്ടിൽ പറഞ്ഞ എന്നെ വഴക്ക് പറയുന്ന ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാനിത് വീട്ടിൽ പറഞ്ഞാല് എന്നെ അച്ഛനും അമ്മയും വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം. ഇപ്പൊ പക്ഷേ നവ്യ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടിയുടെ വീട്ടിൽ പറയും. കാര്യം ഇതൊക്കെ ഒരു യൂഷ്വൽ തിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിന്. ഇപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് ഭയങ്കര എപ്പോഴും എല്ലാവരും ഇതിനെപ്പറ്റി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മൂഡ് സ്വിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് സായിയെ പോലെയുള്ള വളർന്നു വരുന്ന തലമുറ അവരുടെ കൂടെ വരുന്ന പാർട്ട്നേഴ്സിനെ കൺസിഡറേറ്റ് ആവുള്ളൂ.